ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങളും നോമ്പുതുറ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോകുന്നുണ്ട്, അതിൻ്റെതായ ചെറിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇന്ന് അതാ ഇവിടെ ഉച്ച ടൈമായപ്പോഴത്തിന് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഖത്തറിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പെയ്യുന്ന മഴയാണ്, പക്ഷേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മഴ പെയ്തത് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം അതിലേക്കും വലിയ ലഹള ഇതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ പുറത്തെ മഴ എവിടെ കാണാനാ? തെറ്റിയാ മുണ്ടിയാ തെറ്റിയോ മുണ്ടോ ചെയ്താളേ തെറ്റിക്കലെപ്പോഴും ഇവനെ കുഞ്ഞ ബേബി ആയപ്പോ ഇവനിങ്ങനെ കരയൂട്ടാ. അപ്പൊ ഞാന് ഇവനെ ഉറക്കാൻ വേണ്ടിട്ട് ഒരു പാട്ട് പാടും. ഏത് പാട്ടാണ് താൻ ഓർമ്മണ്ടാ? കുഞ്ഞ ബേബി ആയപ്പോ എന്നെ ഉറക്കുന്ന പാട്ട് ഓർമ്മണ്ടാ? ആ മീശ വരുന്നുണ്ട്, മീശ വരുന്നുണ്ട്, സത്യമായിട്ട് വരുന്നുണ്ട്. വലിയ കുട്ടി അയക്കണ്. ആ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് മീശ വന്നിക്കണു. അനക്ക് എന്താ അറിയാ മീശിനെ കുറിച്ചിട്ട്? പിന്നെ ചെലവുണ്ടറിയണം. പാലക്കാട്ട് വലുതായിട്ട് പേർക്ക് മീശ വരും. അപ്പൊ എനിക്ക് മീശ വരുന്നുണ്ട്. അല്ല മീശ വന്നു പിന്നെ എനിക്ക് പെണ്ണിട്ടുണ്ടോ? അത് പറയും വേണ്ട, വേണ്ടല്ലോ, വേണ്ടല്ലോ. സിംഗിൾ ലൈഫാണ് എനിക്ക്. സിംഗിൾ ക്ലാസ്സിൽ സ്കൂളിലെ ഏതെങ്കിലും ക്രഷ് ഉണ്ടായിരുന്നു? ഏതെങ്കിലും പെൺകുട്ടികളുടെ ക്രഷ് ഉണ്ടായിരുന്നു? ആ ബാബുലോ ഇത്താനക്ക് ഏതെങ്കിലും പെൺകുട്ടികളുടെ ക്രഷ് ഉണ്ടായിരുന്നു? ഞാൻ നോക്കി പറഞ്ഞതാ. ഏതോ പെൺകുട്ടിനായിട്ട് ഉണ്ടായിരുന്നല്ലോ എനിക്ക്. വേണ്ട കെട്ടി പിടിച്ച ഉറങ്ങണ്ട. തെറ്റ് മാറിയെന്നറിയോ? ഓനെ ചെറുപ്പത്തിൽ കുഞ്ഞുവാവായിരുന്നപ്പോ പാടിക്കൊടുന്ന പാട്ടൊക്കെ പാടിക്കൊടുത്തിട്ടാ മറ്റേ കുളിരാണ് ഇത്താനോ. അയ്യോ എന്ത് ഇനി നാളെ തന്നെ 2 ചവിട്ടി ബാബുലല്ലത് എനിക്ക് നെറുന്തലക്ക് 2 ചവിട്ടി നേരത്തെ ഈ പ്രശ്നത്തിന്റെ ഇടയിൽ കൂടെ. കുട്ടിയാണോ? അങ്ങനെ തല്ലും തിരക്കൊക്കെ തീർത്തിട്ട് പിന്നെ അടുക്കളയിൽ കയറി നോമ്പുറക്കുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ട്. അപ്പം ഇന്ന് ഫുഡിൻ്റെയും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണമൊന്നുമില്ല. അപ്പോൾ നോമ്പുതുറ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ നേരെ പുറത്ത് പോയിട്ടാ. കുറച്ച് അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഷോപ്പിംഗ് മാളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നാട്ടിലെ പോലെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൊടുന്ന് വെക്കാറില്ല കേട്ടോ. ഞാൻ ആവശ്യത്തിനനുസരിച്ച് എന്തായാലും ആഴ്ചക്കായിട്ടില്ലെങ്കിൽ ഒന്നരാടം വെച്ചിട്ട് എന്തായാലും പുറത്തിറങ്ങുമല്ലോ. അപ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കുറച്ചായിട്ട് വാങ്ങി വെക്കാറാണ്. എന്താ ഇന്നെന്താ പ്രത്യേകത? കണ്ട മതി മിക്സഡ് ചോക്ലേറ്റ്. മിക്സഡ് ചോക്ലേറ്റ് കണ്ടിരുന്നു അത്രോള്. ഇവരെ 3 ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഓടി കഴിച്ചിലാവുകയാണ് നല്ല കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇരട്ടി ആവശ്യങ്ങളേക്കാരെ ഓൽക്ക് 3 ആക്കും. എന്താ പെട്ടെന്ന് ഇതെടുത്തേനാണ് പറഞ്ഞില്ല. കുന്തീനൊക്കെ ഊതണത്
ബോക്സ് മാറിയെന്നിപ്പോ അതാ എടുത്തുണ്ട് വേണ്ടേ. എന്തായാലും മൂന്നാളായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചോക്ലേറ്റോ ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാനെന്താ ഓഫറുള്ളതായിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചു നോക്കിയപ്പോൾ ഒറ്റൊന്നിനും നമ്മൾ പറഞ്ഞ സാധനങ്ങളൊന്നും വേണ്ട. ഓലൊക്കെ ഓലതായ ഇഷ്ടങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്താ ഞാൻ വേഗം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് വേഗം ഇവിടുന്ന് കഴിച്ചില്ലാവാന്ന് വിചാരിച്ചിട്ട് അതിന് ഇറങ്ങിയാണെങ്കിൽ അപ്പം അതിനും സമ്മതിക്കൂല. എവിടേക്കാണ് ഈ വലിച്ചോണ്ടോണത്? അടുക്കതായി പോണത് എവിടേക്കാണേ പറയേ. ഒരു കാര്യം നോക്കുമ്പോ ഈ വലിച്ചോണ്ട് അവർക്ക് തീരെ ഇഷ്ടമല്ല കേട്ടാ. എന്താണ് ഓളെന്താന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല, എന്നിട്ട് വെറുതെ വലിച്ചോണ്ട് പോകും. ഓളെന്താന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല, എന്നിട്ട് വെറുതെ വലിച്ചോണ്ട് പോകും. എന്നിട്ട് വളരെ അവിടെ നിൽക്കും നോക്കട്ടെ. ബാബുലു നിക്കണ് നോക്കി കഴിഞ്ഞ ഞാനെന്തിനാ ജാതി ബോളെ കൊണ്ടുപോടാ. ഞങ്ങൾ രണ്ടാളും കൂടി നോക്കിക്കോളി. ഞങ്ങളിപ്പോ ഞങ്ങളീ പാത്രം നോക്കട്ടെ. എന്തോ ഇടങ്ങറാക്കലാണ് നോക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഷോപ്പിംഗ് വിശേഷം എന്ന് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊട്ട് എടുക്കാൻ ഇവർ സമ്മതിക്കൂല. ഇന്ന് അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള സകലമാന കാര്യങ്ങൾ എടുക്കൽ കഴിയും ചെയ്യൂട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല. കാരണം അത് നോക്കി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യങ്ങളൊന്നും നടക്കൂല. അപ്പൊ എനിക്ക് വീട്ടിലിടാനുള്ള 2 കൂട്ടി ഡ്രസ്സ് നോക്കണ്ടായിരുന്നു, 2 ടോപ്പ് നോക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലിടാൻ വെച്ചിട്ട് അധികം ഡ്രസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഇവിടുന്ന് വന്നതിന് ശേഷം നോക്കാന്ന്. പക്ഷെ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് നോക്കിയപ്പോൾ എനിക്ക് വല്ലാണ്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ. അത് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു അൽക്കോർന്ന് ഈ ഒരു ഭാഗത്ത് വല്ലാണ്ട് ഡ്രസ്സിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറവാണ് തോന്നുന്നു. ഇവിടെ മാളിലും കാര്യങ്ങളൊക്കെ ഡ്രസ്സിന്റെ കളക്ഷൻസ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടാ. അത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ടാ. ഇങ്ങനത്തെ ടോപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഞാൻ തൽക്കാലത്തിന് 2 ടോപ്പ് എടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ആമസോണിൽ നിന്ന് ഡ്രസ്സുകൾ എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിന് കുറച്ചും കൂടി റേറ്റിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒന്നും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ആമസോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നാട്ടിൽ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാലും റേറ്റിലും ഇവിടത്തേലും നമ്മൾ നല്ല മാറ്റമുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോട്ട് കിട്ടാൻ കുറച്ച് പാടാണേനും. പിന്നെ മക്കൾക്ക് ബുക്സ് നോക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അവരിനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പറ്റുന്ന രീതിയിലുള്ള വേർഡ്സ് കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ള ബുക്ക് നോക്കിയതാണ്. അതുപോലെ മലയാളത്തിലെ അക്ഷരമാല കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ള നോക്കി. അപ്പോൾ മലയാളത്തിലെ ബുക്കുകളൊന്നും ഞാനിവിടെ കണ്ടില്ല. പിന്നെ ഇംഗ്ലീഷിൽ തന്നെ വേർഡ്സ് കാര്യങ്ങളുള്ള ബുക്സ് ആണെങ്കിൽ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് ഫിനൂട്ടം വരുന്ന ടൈമിൽ ഓനോട് കൊണ്ടുപോകാൻ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ബുക്ക് എടുത്തില്ല കേട്ടോ. അപ്പോൾ അതിന് ബബ്ലൂട്ടി ഭയങ്കര വാശിയിലാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം പിന്നെ നോമ്പ് തുറക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുപോലെ എന്തൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കമന്റിൽ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസത്തെ മറ്റൊരു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമ. പിന്നെ മക്കളെ എല്ലാവരും കണ്ടോളിയും. ബബുലു തന്നെ അടിച്ചടിച്ച് കൊണ്ടുപോവാണ്. ബബുലുവിന് എന്നോടൊരു സ്നേഹമില്ല. എന്തൊക്കെയാ സാധനം കാട്ടുന്നത്? എന്റെ വാപ്പാ, എന്റെ പുറം